മുൻ എം.എൽ.എയും കേരള ജനപക്ഷം സെക്യുലർ നേതാവുമായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ബി.ജെ.പിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, വി. മുരളീധരൻ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ എന്നിവർ ഇവരെ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ചു. ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായും പി.സി. ജോർജ് കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി കുറഞ്ഞത് 5 സീറ്റിൽ വിജയിക്കുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ഡൽഹിയിൽ ബി.ജെ.പി ആസ്ഥാനത്ത് പി.സി. ജോർജ്, മകൻ ഷോൺ ജോർജ്, കേരള ജനപക്ഷം സെക്യുലർ ജനറൽ സെക്രട്ടറി ജോർജ് ജോസഫ് എന്നിവർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലെത്തിയത്. ഏറെക്കാലമായി ബി.ജെ.പിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന സമീപനമാണ് പി.സി. ജോർജ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പി വളരാതിരിക്കാൻ ഇരു മുന്നണികളും ശ്രമിക്കുന്നുവെന്നും കോൺഗ്രസ് CPM സഖ്യത്തിനെതിരെ ബി.ജെ.പിയുടെ മുന്നേറ്റമുണ്ടാകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. എൽ.ഡി.എഫും യു.ഡി.എഫും മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് വൺ തിങ്, രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ ഇത്രമാത്രം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ, അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ എൽ.ഡി.എഫും യു.ഡി.എഫും അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു പി.സി. ജോർജിന്റെ മറുപടി. ഞാനിതൊന്നും ആവശ്യപ്പെടുന്നത് പാർട്ടി നേതൃത്വം പറഞ്ഞു. അവരെന്നോട് പറയാണ്, ബി.ജെ.പിയുടെ നേതൃത്വം പറയാണ്, നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണം. കേരള ജനപക്ഷം സെക്യുലർ ബി.ജെ.പി ലയന സമ്മേളനം പിന്നീട് നടത്തും. പി.സി. ജോർജിന്റെ പാർട്ടി പ്രവേശനം വെറും തുടക്കം മാത്രമാണെന്ന് ബി.ജെ.പി കേരള ഘടകം പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. Important thing is this is just the beginning. Much will follow, and I am very sure this is not 2019 election in Kerala. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ് ബി.ജെ.പി അംഗമായതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് പ്രാതിനിധ്യമായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.